ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ നിക്കോള ടെസ്ല മരണപ്പെട്ടിട്ട് വെറും മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ FBI അദ്ദേഹത്തിന്റെ മുറിയിലെ രേഖകളെല്ലാം പിടിച്ചെടുത്തു. ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാമായിരുന്ന ചില മാരക ആയുധങ്ങളുടെ ബ്ലൂ പ്രിന്റ് സർക്കാർ ഒളിപ്പിച്ചു. വരും നമുക്ക് നോക്കാം. വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. ടെസ്ലയുടെ കണ്ടുപിടുത്തങ്ങൾ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒന്നായിരുന്നു ടെലിഫോഴ്സ് അഥവാ മാധ്യമങ്ങൾ വിളിച്ച ഡെത്ത് റേ. വായുവിലൂടെ അതിശക്തമായ എനർജി ബീം കടത്തിവിട്ട് 250 മൈൽ അകലെയുള്ള 10,000-കണക്കിന് ശത്രു വിമാനങ്ങളെ ഒരൊറ്റ നിമിഷം കൊണ്ട് കരിച്ചു കളയാൻ ശേഷിയുള്ള ഒരു പ്രതിരോധ ആയുധമായിരുന്നു ഇത്. തന്റെ ഈ കണ്ടുപിടുത്തം അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് വിൽക്കാൻ ടെസ്ല ശ്രമിച്ചിരുന്നു. ഈ ആയുധം കൈക്കലാക്കിയാൽ ലോകം ഭരിക്കാമെന്ന് കരുതിയാണ് ടെസ്ല മരിച്ചയുടനെ അമേരിക്കൻ സർക്കാർ അദ്ദേഹത്തിന്റെ പേപ്പറുകൾ മുഴുവൻ സീസ് ചെയ്തതെന്നാണ് ഒന്നാമത്തെ വലിയ തിയറി. രണ്ടാമത്തെയും ഏറ്റവും പ്രശസ്തമായ തിയറി വയർലെസ് ഫ്രീ എനർജിയാണ്. കമ്പികളില്ലാതെ വായുവിലൂടെ ലോകം മുഴുവൻ സൗജന്യമായി വൈദ്യുതി എത്തിക്കുക എന്നതായിരുന്നു ടെസ്ലയുടെ ലക്ഷ്യം. ഇതിനായി അദ്ദേഹം ന്യൂയോർക്കിൽ വേരൻക്ലിഫ് ടവർ എന്ന ഒരു കൂറ്റൻ ടവർ നിർമ്മിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ വലിയ കെട്ടിടങ്ങൾക്ക് മുകളിൽ മൊബൈൽ ടവറുകൾ നിൽക്കുന്നത് പോലെ വായുവിലൂടെ കറന്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു വിദ്യയായിരുന്നു ഇത്. എന്നാൽ ഇതിന് പണം മുടക്കിയ JP മോർഗൻ എന്ന കോടീശ്വരൻ ഒരു കാര്യം മനസ്സിലാക്കി. എല്ലാവർക്കും സൗജന്യമായി കറന്റ് വായുവിലൂടെ കിട്ടിയാൽ പിന്നെ മീറ്റർ വെച്ച് എങ്ങനെ പണം വാങ്ങും? അതോടെ ഇവർ ടെസ്ലയ്ക്കുള്ള ഫണ്ടിംഗ് നിർത്തുകയും ആ പ്രൊജക്ട് തകർക്കുകയും ചെയ്തു. വൻകിട കമ്പനികളുടെ ലാഭത്തിന് വേണ്ടി സർക്കാർ ഈ ടെക്നോളജി പൂഴ്ത്തി എന്നാണ് കോൺസ്പിറസി പ്രേമികൾ വിശ്വസിക്കുന്നത്. എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത? രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്താണ് ടെസ്ല മരിക്കുന്നത്. ഒരു വിദേശ ശാസ്ത്രജ്ഞന്റെ കയ്യിൽ ലോകത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളുടെ രേഖകളുണ്ടെന്ന വിവരം കിട്ടിയതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ഗവൺമെന്റ് അന്ന് ആ പേപ്പറുകൾ പിടിച്ചെടുത്തത്. അവർ ഈ ഫയലുകൾ പരിശോധിക്കാൻ ഏൽപ്പിച്ചത് MIT-യിലെ പ്രശസ്തനായ എഞ്ചിനീയർ ജോൺ G. ട്രംപിനെയാണ്. അതെ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമ്മാവൻ. മാസങ്ങളായി ടെസ്ലയുടെ ഡയറികളോ നോട്ട്സുകളോ പരിശോധിച്ച ശേഷം ജോൺ ട്രംപ് റിപ്പോർട്ട് നൽകി. ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. പ്രായോഗികമായി ഒരു ഡെത്ത് റേ ഉണ്ടാക്കാനുള്ള കൃത്യമായ ശാസ്ത്രീയ തെളിവുകളോ ഫോർമുലകളോ ഇതിലില്ല എന്ന്. അതായത് പലതും ടെസ്ലയുടെ ചിന്തകൾ മാത്രമായിരുന്നു, പൂർത്തിയായ കണ്ടുപിടുത്തങ്ങൾ ആയിരുന്നില്ല. ചുരുക്കത്തിൽ ടെസ്ലയുടെ പേപ്പറുകൾ സർക്കാർ ഒളിപ്പിച്ചു എന്നത് ഒരു പരിധിവരെ സത്യമാണെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് പോലെ പറക്കും തെളിവുകളുടെയോ ടൈം ട്രാവലിന്റെയോ രഹസ്യങ്ങളൊന്നും അതിലില്ലായിരുന്നു എന്നാണ് ഔദ്യോഗിക രേഖകൾ പറയുന്നത്. എങ്കിലും ആ ജീനിയസിന്റെ ചിന്തകൾ ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: ടെസ്ലയുടെ രഹസ്യ കണ്ടുപിടുത്തങ്ങൾ അമേരിക്കൻ സർക്കാർ ഇന്നും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ ഒറ്റ വാക്കിൽ കമന്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.